ഓക്കെ, സോ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 3 മെയിൻ ഫോൺസ് ആണ് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ഉടൻ തന്നെ ഇറങ്ങാൻ പോകുന്ന 3 മെയിൻ ഫോൺസ് ആണ് റിയൽമി 7, റിയൽമി 7 Pro, പിന്നെ പോക്കോ X3. ഈ 3 ഫോണുകളുടെയും കംപ്ലീറ്റ്ലി കൺഫേംഡ് ആയ സ്പെസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ ഈ സ്പെസിഫിക്കേഷൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ നമ്മളൊരു 100K ഗിവ് അവേ ചെയ്യുന്നുണ്ട്. 5 സ്നോക്കോർ ഐ റോക്കറുടെ ഗിവ് അവേ ആണ്. ഇതുവരെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം 5 പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. സോ എന്തായാലും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഗിവ് അവേ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ പിൻഡ് കോമെൻറ്റ്സിലും ഇട്ട് തരാം. ഫസ്റ്റ് നമുക്ക് റിയൽമി 7, എന്നിട്ട് റിയൽമി 7 Pro, പിന്നെ പോക്കോ X3 നോക്കാം. അതിനോടൊപ്പം തന്നെ ഈ ഫോണുകളുടെ പഴയ വെർഷൻ ഉണ്ടല്ലോ, റിയൽമി 6, 6 Pro, പിന്നെ പോക്കോ X2. അപ്പോൾ ഈ 2 ഫോണുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും പിന്നെ പുതിയ എന്തൊക്കെ അപ്ഗ്രേഡ് വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം. റിയൽമി 7ൻ്റെ കൺഫേംഡ് സ്പെസിഫിക്കേഷൻസും പിന്നെ റിയൽമി 6ഉമായിട്ട് കമ്പയർ ചെയ്താൽ ബോഡി ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിലും മിക്കവാറും ബാക്ക് പ്ലാസ്റ്റിക് തന്നെയാണ് വരാൻ പോകുന്നത്. സോ റിയൽമി 6ലും 7ലും രണ്ടിലും ബാക്ക് പ്ലാസ്റ്റിക് ആയിരിക്കും. സെയിം ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ ഒക്കെ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇതിലും വരാൻ പോകുന്നത്. ഇതിന് ഡിസ്പ്ലേ നോക്കിയാൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കാണും. അതിനോടൊപ്പം തന്നെ 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിങ്ങും കിട്ടാൻ സാധ്യതയുണ്ട്. സോ മെയിൻ ഡിഫറൻസ് ഒരുപാടൊന്നുമില്ല. എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആയിരിക്കും 6ലും 7ലും. പ്രൊസസ്സറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അപ്ഗ്രേഡ് കാണും. G90T ആയിരുന്നു റിയൽമി 6ൽ. റിയൽമി 7ൽ മിക്കവാറും G95 ആയിരിക്കും. ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. മിക്കവാറും ഇതിൻ്റെ കൂടെ തന്നെ റിയൽമി 6നോടൊപ്പം തന്നെ ലോഞ്ച് ആകാൻ പോകുന്ന ഒരു ചിപ്സെറ്റാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95. G90T വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. എന്നാലും കുറച്ചുകൂടെ ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ് എന്ന് റിയൽമിക്ക് പറയാം. ചെറിയ അവിടെ ഇവിടെ വ്യത്യാസങ്ങൾ കാണും. അതല്ലാതെ അങ്ങനെ മേജർ അപ്ഗ്രേഡ് ഒന്നുമല്ല. റിയൽമി 6ൽ ഉള്ളതുപോലെ ഇതിലും ആൻഡ്രോയിഡ് 10 വിത്ത് റിയൽമി UI ആയിരിക്കും. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ റിയൽമി 6ൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. എക്സാക്ട്ലി ഇതിലും സെയിം 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അങ്ങനെയാണ് അറിയുന്നത്. പ്ലസ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചില ലീക്സിൽ പറയുന്നുണ്ട് സോണിയുടെ IMX682 കാണും റിയൽമി 7ൽ. 15,000 പ്രൈസ് റേഞ്ച് ആണെങ്കിൽ ചെറുതായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ കൊടുക്കുകയാണെങ്കിൽ അവർ തരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല ഫീച്ചർ ആയിരിക്കും. കൺഫേംഡ് ലീക്സ് അനുസരിച്ച് 64+8+2+2 ആയിരിക്കും ബാക്ക് ക്യാമറ കോൺഫിഗറേഷൻ. ഫ്രണ്ട് ക്യാമറ സെയിം 16 മെഗാ പിക്സലാണ്. പക്ഷേ ബാറ്ററി ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. 4300 mAhൻ്റെ ബാറ്ററി ആയിരുന്നു റിയൽമി 6ൽ. റിയൽമി 6ൽ. റിയൽമി 7ൽ 5000 mAhൻ്റെ ബാറ്ററി വരും. അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. 5000 mAhൻ്റെ ബാറ്ററി കാണും. പിന്നെ സെയിം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആയിരിക്കും റിയൽമി 7ലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. റിയൽമി 6ലുള്ള സെയിം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് റിയൽമി 7ലും വരാൻ പോകുന്നത്. പ്രൈസ് നോക്കിയാൽ 15,000, അറൗണ്ട് 15,000, ചിലപ്പം 15,500 അങ്ങനെ ആയിരിക്കും. മിക്കവാറും എനിക്ക് 14,999 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റിയൽമി 6 വന്നപ്പോൾ നല്ല ലോ ആയിരുന്നു. ഇതിനേക്കാൾ ലോ പ്രൈസിലായിരുന്നു സ്റ്റാർട്ട് ആയത്. പക്ഷേ മിക്കവാറും ഇത്തവണ ഇപ്പോൾ എല്ലാ ഫോണുകളുടെ പ്രൈസ് കൂട്ടിയതുകൊണ്ട് 14,999 ആ ഒരു റേഞ്ച് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ് റിയൽമി 7ൻ്റെ. നെക്സ്റ്റ് റിയൽമി 7 Pro നോക്കാം. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കാണും. സോ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡ് ആയിരിക്കും. അതിൽ പ്രശ്നമൊന്നുമില്ല. നല്ല തിൻ ഫോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 8.7 mm ആയിരിക്കും. സോ കഴിഞ്ഞ റിയൽമി 6 Pro 8.9 ആയിരുന്നു. ഇത് 8.7 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ലീക്സ് അനുസരിച്ച് 182 ഗ്രാം മാത്രമേ കാണുകയുള്ളൂ ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ഫോണായിരിക്കും. റിയൽമി 6 Pro 202 ഗ്രാം ആയിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റും സ്ലിം ഫോൺ ആയിരിക്കും റിയൽമി 7 Pro എന്നാണ് ലീക്സ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ഇറങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഡിസ്പ്ലേ ആണ്. അത് കൺഫേംഡ് ആണ് റിയൽമി 7 Proയിൽ വരാൻ പോകുന്നത്. സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ്. സോ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു സാധനമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 20,000 താഴെ വരികയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണം. സോ റിയൽമി 7 Pro ഷുവറായിട്ട് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ്. കാരണം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുടെ ഒരു ടീസർ ഇറക്കിയായിരുന്നു റിയൽമിയുടെ ഇന്ത്യ ഹെഡ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും അല്ല ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് വിത്ത് 60 ഹെർട്സ് ആയിരിക്കും. സോ അതൊരു ഗുഡ് ന്യൂസ് ആണ്. അതിനോടൊപ്പം തന്നെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആയിരിക്കും. പെർഫോമൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് സാധ്യത കുറവാണ് അപ്ഗ്രേഡിന്. കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും 720G തന്നെ ആയിരിക്കും. റിയൽമി 6 Proയിലും 720G ആയിരുന്നു. ഇതിലും 720G ആയിരിക്കും. കാരണം 730G അവർ കൊടുക്കുകയാണെങ്കിൽ റിയൽമി X2നെ അത് ബാധിക്കും. അല്ല, റിയൽമി X2ൽ സെയിം സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ പ്ലസ് 730G ആണ്. സോ ഇതിലും 730G വന്നാൽ റിയൽമിയുടെ X2ൻ്റെ സെയിൽസ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ അവർ ചെയ്യില്ല. 720G പ്ലസ് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ വിത്ത് 60 ഹെർട്സ് ആയിരിക്കും മിക്കവാറും റിയൽമി 7 Proയിൽ. സെയിം ആൻഡ്രോയിഡ് 10 വിത്ത് റിയൽമി UI ആണ്. പക്ഷേ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റമുണ്ട്. സോ റിയൽമി 6 Proയിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ ആയിരുന്നു. ഇതിലും സെയിം എക്സാക്ട്ലി 64 മെഗാ
പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ്. പക്ഷേ കൺഫേംഡ് ആണ് ഇതിൽ വരാൻ പോകുന്നത് നമ്മൾ സാംസങ്ങിൻ്റെ M31S കണ്ട സോണിയുടെ IMX682 ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ സംഭവമാണ് ഇതിൽ വരാൻ പോകുന്നത്. സോണിയുടെ സെൻസറാണ്. റിയൽമി 7 സീരീസിൻ്റെ പരസ്യങ്ങളിൽ അത് വന്നിട്ടുണ്ട് സോണി സെൻസറാണെന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ അറിയാം നമുക്ക്, കൺഫേംഡ് ആണ് സോണി സെൻസറാണ്. സോണിയുടെ മിക്കവാറും IMX682 സെൻസർ ആയിരിക്കും മെയിൻ സെൻസർ. പിന്നെ ലീക്സ് അനുസരിച്ച് ഇത്തവണ റിയൽമി 7 പ്രോയിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവില്ല. സോ റിയൽമി 6 പ്രോയിൽ 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ റിയൽമി 6 പ്രോയിനെ മാറ്റി നിർത്തുമായിരുന്നു ബാക്കി ഫോൺസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച്. സോ എനിക്ക് തോന്നുന്നു ഇതിലും റിയൽമി 7 പ്രോയിലും നമ്മൾ അവരിട്ട് എടുത്താൽ പിന്നെ റിയൽമി 6 പ്രോയിൻ്റെ വാല്യൂ ചെറുതായിട്ട് കുറയും. സോ അതാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഇതിൽ ടെലിഫോട്ടോ ലെൻസ് കാണില്ല. 64+8+2+2 ആയിരിക്കും, അല്ലെങ്കിൽ 64+12+2.2 ആയിരിക്കും. എനിക്ക് തോന്നുന്നത് 64 8+2. സോ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, പിന്നെ 2+2 ആയിരിക്കും, അല്ലെങ്കിൽ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ആയിരിക്കും. പക്ഷേ എന്തായാലും മെയിൻ സെൻസർ 64 മെഗാ പിക്സലിൻ്റെ സെൻസർ സോണിയുടെ IMX682 ആണ്. ബാറ്ററിയും ചാർജിങ് നോക്കിയാൽ വലിയൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. 4300 mAh ആണ് ബാറ്ററി, 4500 mAh ആണ് റിയൽമി 7 പ്രോയിൽ വരാൻ പോകുന്നത്. പക്ഷേ ഏറ്റവും വലിയ അപ്ഗ്രേഡ് ആണ് ചാർജിങ്. സോ 33 വാട്ടിൻ്റെ ചാർജിങ് മാറ്റി ഇപ്പം 65 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് റിയൽമി 7 പ്രോയിൽ വരുന്നുണ്ട്, കൺഫേംഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ മെയിൻലി 20,000 താഴെയായിരിക്കും സ്റ്റാർട്ടിങ്. പിന്നെ ഏറ്റവും കൂടിയ വേരിയൻറ്റ് ചിലപ്പോൾ 20.5 വരെ പോകുമായിരിക്കും, 21 വരെ. അതിൻ്റെ മുകളിലേക്ക് പോയില്ല. കാരണം അവിടെ ഒരു റെഡ്മിയുടെ K20 Pro കിടപ്പുണ്ട്, സെയിം ഓൾമോസ്റ്റ് ഫീച്ചേഴ്സും. ഇതിനേക്കാളും പവർഫുൾ ആയ ഒരു ഫോണാണ്, 1 വർഷം പഴയ ഫോണാണ്, ബട്ട് സ്റ്റിൽ ഇതിനേക്കാളും പവർഫുൾ ആണ്. സോ എനിക്ക് തോന്നുന്നു 20,000 താഴെയായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ്. റിയൽമി 7 സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് ഫിക്സ്ഡ് ആണ്, സെപ്റ്റംബർ 3 ഇതിൻ്റെ ഒരു ലോഞ്ചിങ് പേജും ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം. ഫൈനലി നമുക്ക് Poco X3 നോക്കാം. സോ Poco X3ൻ്റെ ഡിസൈൻ നോക്കിയാൽ മെയിൻ ഡിസൈൻ ക്രൈറ്റീരിയ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫ്രണ്ടും ബാക്കും ഇത്തവണയും ഗ്ലാസ് ആയിരിക്കും, ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കാണും ഫ്രണ്ടും ബാക്കും. പിന്നെ ബാക്കിൻ്റെ ക്യാമറ മോഡ്യൂളിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ഡിസൈൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ Poco X2ൽ സെൻട്രൽ ലീനിയർ ക്യാമറയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റും ഒരു പ്രത്യേകം ഹാലോ ഡിസൈൻ ഉണ്ടായിരുന്നു, ഒരു സർക്കുലർ ഡിസൈൻ. പക്ഷേ ഇത്തവണ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ മോഡ്യൂളാണ്, അതിലാണ് 5 ഹോൾസ് ഉള്ളത്. സോ 4 ക്യാമറയും പിന്നെ ഒരു ഫ്ലാഷും. പിന്നെ Poco X3ൻ്റെ ഒരു ലൈവ് ഇമേജ് ഷവമി ഷെയർ ചെയ്തിരുന്നു. സോ അതനുസരിച്ച് സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ സെൻറ്ററിൽ ഒരു പഞ്ച് ഹോൾ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പവർ ബട്ടൺ നോക്കിയാൽ മിക്കവാറും Poco X2ൽ ഉള്ളതുപോലെ സെയിം എക്സാക്ട്ലി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് മിക്ക എല്ലാം കൺഫേംഡ് ആണ് ഇത്തവണയും IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. സോ അതൊരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം പോക്കോ പറഞ്ഞതനുസരിച്ച് OnePlus നോർഡുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ OnePlus നോഡിലുള്ളത് സൂപ്പർ ആംലഡ് പ്ലസ് 90 Hz ആണ്. സോ അതുമായിട്ട് എന്തായാലും 120 Hz പ്ലസ് 120 Hz പ്ലസ് IPS LCD ഡിസ്പ്ലേക്ക് എന്തായാലും കമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സൂപ്പർ ആംലഡ് അല്ല എന്നല്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടതാണ് സാംസങ്ങിൻ്റെ M31S അതിലുള്ളത് സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വിത്ത് സൂപ്പർ ആംലഡ് ഡിസ്പ്ലേ. പക്ഷേ വന്ന എല്ലാ ലീക്കുകൾ അനുസരിച്ച് IPS LCD ഡിസ്പ്ലേ ആണ് വിത്ത് അഗെയിൻ 120 Hz റിഫ്രഷ് റേറ്റ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, സൂപ്പർ ആംലഡ് പ്ലസ് 60 Hz ആണോ അതോ IPS LCD പ്ലസ് 120 Hz ആണ്? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, സോ ഇതിൽ വരാൻ പോകുന്ന പ്രൊസസ്സർ, Poco X3യിൽ വരാൻ പോകുന്ന പ്രൊസസ്സർ ഫസ്റ്റ് ടൈം ആയിരിക്കും ക്വാൾകോമിൻ്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ 732 വരാൻ പോകുന്നത്. സെയിം GPU ആയിരിക്കും, Adreno 618 ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. സോ അങ്ങനെ മേജർ അപ്ഗ്രേഡ് ഒന്നും അല്ല. പക്ഷേ പോക്കോന് പറയാൻ പറ്റും ഒരു പുതിയ ചിപ്സെറ്റുമായിട്ടാണ് വരാൻ പോകുന്നത് Poco X3. ഈ ഒരു ചിപ്സെറ്റിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തായാലും Poco X3 ഇറങ്ങുന്ന ആ ദിവസമായിരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നത്. റിയർ ക്യാമറ സെറ്റപ്പിൽ മേജർ അപ്ഗ്രേഡ്സ് കാണും. സോ 64 മെഗാ പിക്സലിൻ്റെ സോണി IMX686 എന്തായാലും കാണും, അതവർ റീറ്റെയിൻ ചെയ്യും. പക്ഷേ ബാക്കി 3 ക്യാമറകളിൽ വ്യത്യാസങ്ങൾ വരാം. സോ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് മാറ്റി 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് വരും. ബാക്കി 2 ക്യാമറകളും 5+5 ആയിരിക്കും. സോ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ പിന്നെ 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആയിരിക്കും. മിക്കവാറും സെയിം എക്സാക്ട്ലി 20 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും. ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും മേജർ അപ്ഗ്രേഡ് ഉണ്ടാവും. 4500 mAh ബാറ്ററി ആയിരുന്നു Poco X2, അത് മാറ്റി അത് അപ്ഗ്രേഡ് ചെയ്യും. 5160 5160 mAh ആയിരിക്കും ബാറ്ററി. ചാർജിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും അപ്ഗ്രേഡ് ഉണ്ട്. സോ Poco X2ൽ ഉണ്ടായിരുന്ന 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ എടുത്ത് മാറ്റി Note 9 Pro Maxൽ വരുന്ന 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് Poco X3യിലും വരാൻ പോകുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ പ്രൈസിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഏകദേശം
20,000 താഴെ, സോ 18.5 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ്. ഓക്കെ, സ്റ്റാർട്ടിങ് 18,000 18.5,000 ആ റേഞ്ച് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ്. പോക്കോയിൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഫേംഡ് ലോഞ്ച് ഡേറ്റ് വന്നിട്ടില്ല. അൺഒഫീഷ്യൽ റൂമേഴ്സ് ആണ് സെപ്റ്റംബർ 8 ആയിരിക്കും ഇതിൻ്റെ ലോഞ്ച്. പോക്കോ X3ൻ്റെ മിക്കവാറും ഗ്ലോബൽ ലോഞ്ച് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഗ്ലോബൽ പ്ലസ് ഇന്ത്യ ഒരുമിച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. സോ റിയൽമി 7 സീരീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. നല്ല അപ്ഗ്രേഡ്സ് ഒക്കെ ഉണ്ട്. ആ ടെലിഫോട്ടോ ലെൻസിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അതല്ലാതെ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് തരുന്നത്. സോ അത് വലിയൊരു അപ്ഗ്രേഡാണ് റിയൽമി 6 Pro വെച്ച് നോക്കുമ്പോൾ. സോ ശരിക്കും ഒരു അപ്ഗ്രേഡ് ഉണ്ട് അതിൽ. പിന്നെ പ്രൊസസ്സർ സെയിം ആണ്. റിയൽമി 7 ഡീസൻ്റ് ആണ്, ഓക്കെ ആണ്, നല്ല ഫോണായിരിക്കും റിയൽമി 7. പോക്കോ X3 സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ പ്ലസ് 90 ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു കിടിലൻ ഫോണായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. സോ സൂപ്പർ ആമോലെഡ് ഉണ്ടായിരുന്നെങ്കിൽ റിയൽമി X2, ഇപ്പോൾ വരാൻ പോകുന്ന റിയൽമി 7 Pro, ഇതെല്ലാമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളി ഒരു ഫോണായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.